നമ്മളെ കൂടെയുള്ള ഒരു പ്രവചനം നടത്തുന്ന ആളുണ്ട്, ഒരു എൻ ഗോപാലകൃഷ്ണൻ നായർ. അദ്ദേഹം പ്രവചനം നടത്തിയതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനം കറക്റ്റാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വളരെ കറക്റ്റായിരുന്നു. ചെറിയ സീറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം ഞങ്ങൾ ഇട്ടിട്ടുമുണ്ട് ഇതിനകത്ത് വേറെ ഇവിടെ. അപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത് 90-നും 94-നും ഇടയ്ക്ക് സീറ്റോടുകൂടി UDF വരികയും 5-നും 10-നും ഇടയ്ക്ക് സീറ്റോടുകൂടി BJP പിടിക്കുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന പുതിയൊരു രാഷ്ട്രീയം അത് അങ്ങനെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. UDFും BJPയും തമ്മിൽ, NDAയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു അന്തർധാര ഉണ്ടായാൽ, ഒരു ധാരണ ഉണ്ടായാൽ തീർച്ചയായിട്ടും CPMന് അത് വലിയ വില കൊടുക്കേണ്ടി വരും, ഇടതുപക്ഷത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വേണമെന്നാണ്. വന്നാൽ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPMനെ തകർക്കാം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പിനെ റെഡിയാക്കാം. അങ്ങനെ മാണി ഗ്രൂപ്പിനെ റെഡിയാക്കുന്നതോടുകൂടി മുഴുവൻ മാണി ഗ്രൂപ്പിലെ പ്രവർത്തകരും ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ റെഡിയാക്കാം. RSPയെ സംബന്ധിച്ചിടത്തോളം അവർക്കും കോൺഗ്രസിൻ്റെ കൂടെ LDFിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ റെഡിയാക്കാം. ഗണേഷ് കുമാറിനെ റെഡിയാക്കാം. അങ്ങനെ LDF ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഗണേഷ് കുമാറും ഈ നമ്മുടെ ജോസ് കെ മാണിയൊക്കെ NDAയിലോ അല്ലെങ്കിൽ UDFിൽ ചേരുമോ നമുക്കറിയത്തില്ല. അത് കാര്യം UDF വിപുലീകരിക്കും എന്നാണ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MM ഹസൻ പറയുന്നു, സണ്ണി ജോസഫ് പറയുന്നു, എല്ലാ നേതാക്കളും പറയുന്നത് UDF വിപുലീകരിക്കും എന്നാണ്. ഇനി അതിനകത്തേക്ക് വരുമെന്ന് അറിഞ്ഞുകൂടാ. NDA എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. ജോസ് കെ മാണിയൊക്കെ NDA പലവട്ടം വിളിച്ചിട്ടുള്ളത്. NDA എടുക്കുമെന്ന് നമുക്കറിയത്തില്ല കേരള രാഷ്ട്രീയത്തിൽ. എന്തായാലും വലിയൊരു അന്തർധാരയാണ് UDFും NDA BJP തമ്മിൽ നടക്കാൻ സാധ്യത. ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി UDF 10-90 സീറ്റിന് മുകളിൽ വോട്ടോടുകൂടി UDF വരാനാണ് സാധ്യത. കാരണം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നു കഴിഞ്ഞു, മുസ്ലിം കൺസോൾട്ടേഷൻ പാറ പോലെ ഉറച്ചു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിന്നും കച്ചി തൊടാൻ ജലീലിനോ സംഘത്തിനോ ഒന്നും പറ്റിയിട്ടില്ല. അവിടെ ശക്തമായ രീതിയിൽ അൻവർ ഫാക്ടറുണ്ട്, PV അൻവർ ഫാക്ടറുണ്ട്, ആര്യാടൻ ഷൗക്കത്തുണ്ട്, കോൺഗ്രസിൻ്റെ ശക്തമായ പരിപാടികളുണ്ട്, ലീഗിൻ്റെ അതിശക്തമായ ഇടപെടലുണ്ട്. അവിടെ കച്ചി തൊടാൻ പറ്റത്തില്ല. പിന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, അതായത് വടക്കൻ മലബാർ കംപ്ലീറ്റ് ലീഗിന് അപ്രമാദിത്വമുള്ള സ്ഥലങ്ങളിൽ ലീഗിൻ്റെയും അല്ലാത്ത സ്ഥലത്ത് കോൺഗ്രസും പിടിച്ചു വച്ചിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂർ എടുക്കുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, പിന്നെ എറണാകുളം, ഇടുക്കി, ഈ ജില്ലകൾ എന്ന് പറയുന്ന കോട്ടയം കേരള കോൺഗ്രസിന് ശക്തമായ പിന്തുണയുള്ള പ്രദേശമാണ്. അവിടെ ജോസഫ് ഗ്രൂപ്പ് അടിച്ചു കയറുന്നുണ്ട്. പിന്നെ ഉള്ളത് കൊല്ലം, തിരുവനന്തപുരമാണ്. ഈ കൊല്ലം, തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴയുടെയും പത്തനംതിട്ട കുറച്ച് ഭാഗമുണ്ട്. അതെല്ലാം ഹിന്ദു മെജോറിറ്റി ഉള്ളതാണ്. അവിടെ ഉള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകും. അത് BJPക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒക്കെ കൂടെ പോകുമ്പോൾ ഗുണം ചെയ്യുന്നത് UDFനും BJPക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ 2026 എന്ന് പറയുന്നത് UDFിൻ്റെതാണ്, BJPക്ക് അസംബ്ലിയിലേക്കുള്ള എൻട്രൻസിൻ്റെതാണ്. 2031 എന്ന് പറയുന്നത് UDF BJP മത്സരം വന്നാലും അത്ഭുതമില്ല, BJP പ്രതിപക്ഷത്തെത്തിയാലും അത്ഭുതമില്ല, 36-ൽ BJP ഭരണപക്ഷത്തെത്തിയാലും അത്ഭുതമില്ല. ഇതാണ് പുതിയ കാഴ്ചപ്പാട്. ഇതിനിടയിൽ ലീഗിലുള്ള കുറച്ച് പേരെ, ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും മുസ്ലിങ്ങളായിട്ടുള്ള ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ BJPക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ മാണി ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ അതിനകത്ത് പിളർപ്പുണ്ടാക്കിയോ പല രൂപത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും BJP നടത്തുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയം പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. നേരത്തെ എത്രയോ പാർട്ടികൾ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ വളരെ ശക്തമായിരുന്നു, PSP, അത് കഴിഞ്ഞിട്ട് നമ്മുടെ RSP വളരെ ശക്തമായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ കാലത്ത് RSP ഒക്കെ വളരെ ശക്തമായിരുന്നു. അതെല്ലാം പോയി, പല പാർട്ടികളും ഇല്ലാതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 100 വർഷം തികയാൻ സമയം കിടക്കുകയാണ്. 100 വർഷമൊക്കെ കഴിഞ്ഞ് നിലനിൽക്കുമോ എന്നുള്ള കാര്യം കാലം കാത്തിരുന്ന് പറയേണ്ടുന്ന കൗതുകമുള്ള രാഷ്ട്രീയമാണ്.